വീഡിയോയിലേക്കും കഴിഞ്ഞ പ്രാവശ്യം സായിക്കുട്ടി ഹൃദ്യമായ സ്വാഗതം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹൃദ്യമായ സ്വാഗതം പറഞ്ഞാൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സായിക്കുട്ടിക്ക് എക്സാം ഉണ്ട് കേട്ടോ. ഇനി 2-3 എക്സാം കൂടി ഉള്ളു. അത് കഴിഞ്ഞാൽ സായിക്കുട്ടി 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം 7 ആവൂലേ. അങ്ങനെ നമ്മുടെ സായിക്കുട്ടി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയിക്കോ, സമയം പോകും കേട്ടോ. നമ്മളിപ്പോൾ തുണികൾ ഇവിടെയാണ് തിരിച്ചിടാറ് കേട്ടോ. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. നമ്മൾ കോളേജ് വിട്ട് വരുന്ന ഇന്നുമോളെ കാത്തിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് നമ്മൾ ഇന്നുമോളെ കാത്തു നിൽക്കുമായിരുന്നു ഈ ഡ്രസ്സുകളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്നുമോൾക്ക് സൗകര്യമായി മാത്രമല്ല, മറ്റേ ഈ ഡ്രസ്സ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നപ്പോൾ എല്ലാവരും നമ്മളടുത്ത് ചോദിച്ചിരുന്നു ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിച്ചതല്ല. എല്ലാവരും നല്ല 2-3 പേരെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇടാനും നല്ല സുഖമുള്ള മെറ്റീരിയൽ കേട്ടോ. റയോൺ ആണ്, നല്ല കംഫർട്ടബിളായ സംഭവമാണ്. ഏകദേശം ഒരു 350 രൂപ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു വിശേഷം കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മുടെ സിറ്റൗട്ടത്തെ ചെടികൾക്കൊക്കെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം വാങ്ങിച്ച ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കുറേ കാലമായി ഇതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ചെടി നിറക്കണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് അതിന് പറ്റിയത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വെറുതെ ചുരുങ്ങുത്തി വിട്ടിരിക്കുക. അപ്പോൾ നേരാക്കൂല. ഞായറാഴ്ച ശനിയാവണം. ഇത് വായോ. ഞാനങ്ങനെ ചെടി ഭ്രാന്തുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോഴേ മുറ്റത്ത് മണ്ണില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെടികളും കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഈ വീടിനൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെടികളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു 10 കിലോ 20-25 കിലോ ആണ് തോന്നുന്നു. ഇത് എത്ര കിലോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ചാക്കിൻ്റെ പോലെ ഉണ്ടാവും. ചാക്ക് മണ്ണ് കളയും ചെയ്തില്ലേ. അപ്പോൾ മണ്ണൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു മൂടില്ലാത്ത കാരണം കൊണ്ട് എത്ര ദിവസം അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന കാരണം കൊണ്ടാണ് ഞാനിത് ചെടിയിൽ നിന്ന് എല്ലാതും മാറ്റി, നമ്മൾ കറുപ്പ് ചട്ടിയൊക്കെ മാറ്റി എല്ലാതും വെള്ള ചട്ടിയൊക്കെ ഇറക്കി വെച്ച്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ മണ്ണ് ഭയങ്കര ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഒക്കെ പറിച്ചെടുത്ത് ഏകദേശം നമ്മൾ വാങ്ങിച്ച മണ്ണൊക്കെ ആക്കി സെറ്റാക്കി കേട്ടോ. ഇത് നമ്മൾ വലിയ ചെടിച്ചട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെടിച്ചട്ടി വെച്ചിട്ടാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇനി ആ വലിയ ചെടി പറിച്ചെടുത്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. അതിൻ്റെ സൈഡിലേക്ക് ഒരു മാക്സി ഉണ്ടായിരുന്നു, പഴയ മാക്സി. അതൊക്കെ തിരികെ വെച്ച് ആ സ്ഥലമൊക്കെ ഫില്ല് ചെയ്ത് ബാക്കി ഭാഗത്തൊക്കെ മണ്ണിട്ടിട്ട് ആ വലിയ ചെടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മണ്ണിലാണല്ലോ അതൊക്കെ ചെയ്യുക. അപ്പോൾ സിറ്റൗട്ട് ആകെ മണ്ണൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നുമ്പോൾ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചെടിയും സിറ്റൗട്ടും ഒക്കെ നല്ല ഒരു ഭംഗിയായില്ലേ. എന്താ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെന്തേ. അപ്പോൾ നമ്മൾ സായിക്കുട്ടിയൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. നമുക്കിന്ന് എന്താ പരിപാടി? നമുക്കിന്ന് ശൈലജാൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കലുണ്ട്. അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇപ്പൊ ശൈലജാമാന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോണ സമയത്ത് എല്ലാരും ഇങ്ങനെ തിളങ്ങി വരുമ്പോൾ നമ്മൾ ഇറങ്ങിക്കാൻ പറ്റില്ലല്ലോ. അത് അളിയൻ്റെ വീട്ടുകാരുണ്ട്, പിന്നെ നമ്മളെ വീട്ടുകാരുണ്ട്. അപ്പം എല്ലാവരും ചേർന്ന് നോമ്പ് തുറക്കലാണ്. അപ്പം നമ്മളെ മുഖം നമ്മൾ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേസ് പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നേച്ചർ ഷോറിൻ്റെ മുൾത്താനി മിട്ടി. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ എവിടേക്കെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു ഫേസ് പാക്ക് ഇടും. നമ്മളെപ്പോഴും എല്ലാവരും ഫേസ് പാക്ക് ഇടുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് നമ്മൾ മുൾത്താനി മിട്ടി ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേച്ചർ ഷോറിൻ്റെ മുൾത്താനി മിട്ടിയാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ നേച്ചർ ഷോറിൻ്റെ മുൾത്താനി മിട്ടി കേട്ടോ. ഈ പാക്കറ്റ് നമ്മൾ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതാ ഇതുപോലത്തെ പാക്കറ്റിൽ മുൾത്താനി മിട്ടി പൗഡർ കിട്ടും. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പാക്കറ്റൊക്കെ തുറന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്പൂണ് കിട്ടും കേട്ടോ നമുക്ക് അളന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ റോസ് വാട്ടർ കിട്ടും. പിന്നെ ഇതിൽ ഒരു നമുക്ക് ഇത് മുൾത്താനി മിട്ടി വെച്ചിട്ട് എന്തൊക്കെ ഫേസ് പാക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു സംഭവം കിട്ടും. പിന്നെ ഇത് 100% നാച്ചുറൽ ആണെന്നത് ലാബ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുൾത്താനി മിട്ടി ഉപയോഗിച്ചിട്ട് 2 തരം ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ സ്കിൻ ഇപ്പോൾ ഈടായിട്ട് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ തൈരും മുൾത്താനി മിട്ടിയും ഉള്ള ഫേസ് പാക്കാണ് ഉപയോഗിക്കുന്നത്. ഇന്നുമോൾക്ക് പിന്നെ നമ്മൾ റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കണം കേട്ടോ. കാരണം ഇന്നുമോളുടെ സ്കിന്ന് ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ നമുക്കിത് ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനും ഇന്നുമോളും 2 തരം ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നമ്മൾ 2 പേരും 2 തരം പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നിൽ റോസ് വാട്ടറും ഒന്നിൽ തൈരുമാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കാരണം എൻ്റെ സ്കിന്ന് ഓയിലി ആണല്ലോ, അല്ല ഡ്രൈ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ തൈര് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാമ പിസ്കി റോസ് വാട്ടർ വെച്ചിട്ട് കുറച്ചുകൂടി വെച്ചോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നല്ല തിക്ക് ആയുള്ള കൺസിസ്റ്റൻസിയിൽ ഇടണം. നമ്മൾ ഇങ്ങനെ ചെറിയൊരു ലെയർ ഇങ്ങനെ ഇട്ട് വെക്കരുത്. പിന്നെ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നത്, നമ്മൾ നല്ല തിക്ക് ആയിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആവാനും സമ്മതിക്കരുത് കേട്ടോ. നമ്മളൊരു 80% ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അത് കഴുകി കളയണം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ അതിൻ്റെ കലക്കൽ കഴിഞ്ഞില്ലേ. ഇനി തേച്ചുവിട്. ഇത് മൂക്കുമ്പോഴാണ് ആദ്യം.
തൈര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പ്. സ്കിൻ കെയർ ചെയ്യാൻ നമ്മൾ പ്രായമാവട്ടെ എന്ന് കരുതിയിരിക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പ്രായമാകുമ്പോഴും നമ്മൾ മുഖത്തിന് വലിയ ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുറേ കാലം കൂടിയൊക്കെ ഒന്ന് സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിട്ട് ജീവിക്കാം കേട്ടോ. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ മുൾത്താനി മിട്ടിൻ്റെ ഈ പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അധികമുള്ള എണ്ണമയൊക്കെ ഇത് വലിച്ചെടുക്കും. നമ്മുടെ മുഖത്ത് ഈ ഡാർക്ക് സർക്കിൾസ്, പിമ്പിൾസ്, ഇങ്ങനെ പിമ്പിൾ മാർക്ക് ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകളും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കുറച്ച് കാലം ഒന്ന് നീട്ടി വെക്കാനും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ നമ്മൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്കിതൊരു 80% ഡ്രൈ ആയിട്ട് കാണാം അല്ലേ? അല്ല, എന്നോട് വൃത്തിയിടാൻ പറഞ്ഞിട്ട് എന്തപ്പത് ഇവിടെയൊക്കെ തിന്നായിട്ട ഭാഗത്തൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, തിക്കായിട്ട ഭാഗത്ത് അത്രക്ക് ഡ്രൈ ആയിട്ടില്ല. എന്നാലും ഇതൊരു 80% ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് മുൾത്താനി മിട്ടി വാങ്ങിക്കുന്നവരെല്ലാവരും നേച്ചർ ഷോറിൻ്റെ മുൾത്താനി മിട്ടി വാങ്ങിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം അതിൽ നമ്മൾ പ്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ ഒരു ടെൻഷനും ഉണ്ടാവില്ല. നമ്മളിത് പിന്നെ ആഴ്ചയിൽ നമ്മൾ 2 പ്രാവശ്യത്തിലധികം കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ മുൾത്താനി മിട്ടിൻ്റെ പാക്കൊന്നും. പിന്നെ നല്ല ഡ്രൈ ഓയിൽ കുറച്ചിട്ട് ഡ്രൈ ആക്കും സ്കിന്നിന്. പിന്നെ നമ്മൾ മുൾത്താനി മിട്ടി ഫേസ് പാക്ക് ഇടുമ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ കൂടി തേക്കാൻ ശ്രദ്ധിക്കുള്ളൂ. അലോവേറ ജെല്ലൊക്കെ യൂസ് ആക്കിയാൽ മതി അത് മുൾത്താനി മിട്ടിന്റെ കൂടെ. അതെ, ഇനി നമുക്ക് ശരീരത്തിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ കാണുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും പോയിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ നോമ്പ് തുറക്കുന്ന കുറേ വിശേഷങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. എന്തായാലും ശരീരത്തിൻ്റെ വീട്ടിലേക്ക് പോകണമല്ലേ, ശരീരത്തെ വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്യാം അല്ലേ. ആദ്യം നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ ഞാൻ ഇവിടെ നമുക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങൾ കൊടുന്നു തരും കേട്ടോ. ഞാനും ഇപ്പോഴും ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കാറാണ്. കാരണം നമ്മൾ കടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനം കൂടി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചട്ടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സെബീന പൗഡറൊക്കെ ഇട്ട് നല്ല ഒരച്ച് വൃത്തിയാക്കാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ചട്ടിക്ക് ഇത് നല്ലവണ്ണം ലോങ് ലാസ്റ്റ് ചെയ്യും, നല്ല മറ്റേ നോൺ സ്റ്റിക്ക് പോലെയാണ്. പക്ഷേ സൈഡൊന്ന് കരിയും. അപ്പോൾ നമ്മൾ സെബീന പൗഡർ ഇട്ട് നല്ലവണ്ണം ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടി വീണ്ടും നല്ല വെണ്മയോടെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അലക്കലുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അലക്കലും ഉണക്കലും ഒക്കെ നമ്മുടെ സായിക്കുട്ടിൻ്റെ ജോലിയാണ്. നമ്മൾ ചെറുപ്രായം മുതൽ തന്നെ കുട്ടികളെ ജോലിയിൽ ഏർപ്പെടുത്തണം. അപ്പോഴുള്ളൂ അവർ നമ്മൾക്ക് എല്ലാ കാലത്തും ഉപയോഗപ്പെടും കേട്ടോ. സായിക്കുട്ടിക്ക് ശരിക്കും ആ വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് എത്തൂല. അപ്പോൾ ഞാൻ കാലൊക്കെ എത്തിച്ചിട്ടാണ് അവനത് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾക്കൊരു നമ്മളെ കിച്ചണിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്കും നല്ല ഉപകാരമായിരിക്കും, നമ്മൾക്ക് കുട്ടികളെ കൊണ്ട് നമുക്കും നല്ല ഉപകാരമായിരിക്കും. നമുക്ക് ഒരു കൈയും കൂടെ എക്സ്ട്രാ കിട്ടിയ പോലെ ആയിരിക്കും നമ്മളെ കുട്ടികൾ നമുക്കൊരു ജോലി ചെയ്യാൻ പാകമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതിന് നമ്മൾ സെൻറ്റിമെൻറ്റ്സ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അയ്യോ എൻ്റെ മോന് ചെറുതാണ്, എൻ്റെ മോനക്കൊന്നും ചെയ്യാൻ വയ്ക്കൂല, അങ്ങനെയൊന്നുമല്ല. എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്കിവിടെ നല്ല മഴ പെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ താഴത്തെ കുട്ടികളൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മഴയത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു സായിക്കുട്ടി ഒന്നും മഴയത്ത് പോയിട്ടാണ് കളിച്ചു വിടുന്നത്. കാരണം ഇവിടെ ഒരു പണിയില്ലാത്ത സമയത്ത് ഫോണിൽ കളിച്ചിട്ടിരിക്കലാണ് പണി. അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ആ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ അതിലേക്ക് ഇറങ്ങിയിട്ട് ഓടി കളിച്ച് അവരെ തലയൊക്കെ ഒന്ന് തണുക്കുന്നു. അപ്പോൾ ഇന്നുമോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ വലിയ കുട്ടിയായി പോയല്ലോ അല്ലേ, എനിക്കിപ്പോൾ ഇനി മഴയത്ത് ഇങ്ങനെ ഓടി കളിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ഓൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ ഇടിയൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഇങ്ങനെ കയറി പോരെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വിളിച്ച് കയറ്റി കേട്ടോ. നമ്മളങ്ങനെ ശരീരത്തിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോകാനുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കണം. സായിക്കുട്ടിക്ക് ഡ്രസ്സല്ലേ? സായിക്കുട്ടിക്ക് പിന്നെ ഇഷ്ടംപോലെ ഡ്രസ്സാണ് കേട്ടോ. സായിക്കുട്ടിക്ക് ശരിക്കും വലിയ ഡ്രസ്സുകളൊന്നുമില്ല. ഓരെപ്പോഴും ഇതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് കുറേ ടീഷർട്ട് എടുക്കും. അത് ചില പണ്ടാക്കി പോയിട്ട് അവിടെ മിക്സ് ആവും. അവിടെ കുറേ ഇതേ സൈസ് ആൺകുട്ടികളുള്ളതല്ലേ. അപ്പോൾ ശരിക്കും നമുക്ക് ഓർക്കും അറിയില്ല അവരുടെ ടീഷർട്ട് ചെയ്താൽ നമുക്കറിയാം നമ്മുടെ ടീഷർട്ട്. അപ്പോൾ ഓരോ ടീഷർട്ടുകൾ എവിടെയൊന്ന് എനിക്കത് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഓരോ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ വേണ്ട ഈ ഡ്രസ്സ് വേണ്ട. ഞാൻ എനിക്കും ഹിന്ദുക്കൾക്കും ഒരു ചെറിയത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഞാൻ നമ്മളന്ന് നമ്മളെ ഗുജറാത്തിക്ക് പോയിട്ട് കുറച്ച് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്കും ഇന്നുമോൾക്കും ചുരിദാർ എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കും. ഏകദേശം വൈകുന്നേരം സമയമാണ്. കിച്ചൺ ഇന്നുമോൾ ഏകദേശം നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ജോലിയുണ്ട്, അത് ഞാൻ ചെയ്യും. ബാക്കിയൊക്കെ ഇന്നുമോൾ കിച്ചനെ നോക്കണ കാരണം കൊണ്ട് നമുക്കതിൻ്റെ പ്രശ്നമില്ല. പുറത്തൊക്കെ ഭയങ്കര മഴയും ഇരുട്ടും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ചുരിദാർ എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെ വന്നിട്ട് 6 മാസമായി. ഇത് ഞാൻ വാങ്ങിക്കുന്ന 3ാമത്തെ ബ്ലൗസാണ് കേട്ടോ.
അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഗ്ലൗസിന് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്ന ഗ്ലൗസ് വേറെയാണ്. എൻ്റെ ഗ്ലൗസിൻ്റെ പാക്കറ്റിൽ ഇനിയും ഒരു 6-7 ജോഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് ഉപയോഗിച്ചാൽ ശരിയാവില്ല. പക്ഷേ ഇത് ഗ്ലൗസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയെന്ന് നോക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും കേട്ടോ. ഞാനതൊന്ന് ഫിറ്റിങ്സ് നോക്കട്ടെ. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലൗസ് പോലെയാണ്. ഇതിൻ്റെ ഇവിടെ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ പാത്രം കഴുകാനും നമുക്ക് വല്ലാണ്ട് വയ്ക്കില്ല. ഇനി ഇതിൻ്റെ സ്മോൾ സൈസ് ഗ്ലൗസ് എടുത്താൽ അത് ഭയങ്കര ടൈറ്റായി കാര്യം. അപ്പോൾ കൈ ഭയങ്കരമായിട്ട് വേർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്മോൾ സൈസ് അങ്ങോട്ട് കറക്റ്റാവുന്നില്ല. മീഡിയം സൈസിൽ ഇവിടെ ഇച്ചിരി ലൂസായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മളിങ്ങനെ ഏത് മെറ്റീരിയലിലാണ് ചുരിദാർ അടിക്കാൻ നോക്കാം കേട്ടോ. നോക്കി നോക്കട്ടെ ഏതാണ് എടുക്കാന്ന്. ഇതാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കേട്ടോ. ഞാൻ ഈ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവരോട് ഇതിൻ്റെ ഷാൾ എങ്ങനെ വരാമെന്ന് ആദ്യം ചോദിച്ചത് കേട്ടോ. ഷാൾ നല്ല വൃത്തിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചുരിദാർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷാൾ ഞാൻ കാണിച്ചു തരാം. ഷാൾ നല്ല വീതിയിലും വലുപ്പത്തിലും നന്നായിട്ട് വലിയ ഷാളാണ് കേട്ടോ. അപ്പോൾ ഷാൾ നല്ല ജീവനുണ്ട്. അവിടെ പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല വലിയ ഷാളാണ് കേട്ടോ. നമുക്കിത് നമുക്ക് ഇത് തയ്ച്ചോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ വേഗം കിച്ചണിലേക്ക് വന്നു. കാരണം ഇനി കിച്ചണിലേക്ക് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊന്നും സെറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന രീതിക്കാണോ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. നമ്മൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, പിന്നെ നമ്മൾ ചിക്കനൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കാം. എൻ്റെ മോള് അടുക്കളയ്ക്ക് ജോയിൻ ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആകെ ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടാക്കണം. പറഞ്ഞേ തരിക്കഞ്ഞി ഉണ്ടാക്കണം, ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം എന്ന് എൻ്റെ ജോലിയാണ്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. നിനക്ക് ഫുള്ള് കഴിഞ്ഞു. അപ്പൊ ഇതൊന്ന് പറയേണ്ടത് തണുത്ത വാട്ടം. അപ്പൊ ഇന്ന് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിട്ട് റവല്ലാത്ത കാരണം ഇവിടെ നമുക്ക് തരിക്കഞ്ഞില്ല. അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിക്കോ, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തോ, സമൂസ ഈ ഫ്രീസറിൽ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തോ. നമ്മൾ സമൂസ ഉണ്ടാത്ത കാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, ശരി ഗൈസ്. അപ്പൊ ഫ്രൂട്ട്സിന്റെ ഒരു സാധനം നമ്മൾ പച്ചമുന്തിരിയാണ്. അത് നമ്മൾ ആദ്യം മഞ്ഞൾ വെള്ളത്തിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഈ ചെറിയ പാത്രത്തിലാണ്. അതെ, അതിനുള്ള മുന്തിരി ഉള്ളൂ. ഇത് നമുക്ക് മൊത്തത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ പോരാ. നമ്മൾ മുന്തിരി മറ്റേ തണ്ടുമെന്ന് പറിച്ചെടുക്കണം. തണ്ടെന്നല്ലേ. അപ്പൊ നമ്മൾ ഈ സമൂസ ഇന്നലെ കുറെ സമൂസകൾ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. കാരണം സ്റ്റോർ ചെയ്ത് വെക്കാൻ കണ്ണൂർക്കാർ സ്റ്റൈലില്. അപ്പോ 2-3 പാത്രം ഉണ്ട്. ഇതിൽ 4 ഉള്ളൂ. ഞങ്ങൾക്ക് 4 പോരാ. നോമ്പ് തുറക്കുമ്പോൾ 5-6 വേണം. ഒരാൾക്ക് തന്നെ 4 വേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരു പാത്രം കൂടി സമൂസ പുറത്തെടുത്ത് വെക്കണം, എയർ ഫ്രയർ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട്. നമ്മൾ ആദ്യം കണ്ണൂർക്കാർ സ്റ്റൈല് പോലെ ഇതേപോലെ ഒരു പോക്കറ്റ് ഷവർമ സാധനം ഉണ്ട്. അത് നമ്മൾ ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ വെച്ചു. സ്റ്റോർ ചെയ്യാൻ വെച്ച സമയത്ത് നമ്മൾ നേരെ മാവ് ഉണ്ടാക്കിയത് നേരെ എടുത്തൊക്കെ ചെയ്ത് കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാൻ. ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുരിച്ചിട്ട്, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് തീരെ വേർപ്പെടുത്തിട്ട് കിട്ടൂല. ഇപ്പൊ കണ്ടോ കറക്റ്റായിട്ട് കിട്ടണം. ഇത് എടുത്തിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി. സിമ്പിൾ. മുന്തിരിങ്ങയാണ് അതിൻ്റെ ഉള്ളിലേ. അപ്പൊ നമ്മൾ ഇനി എയർ ഫ്രയറിൽ സമൂസ ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ടൈമില്ല. ടൈം വഴുകിയിട്ട് നമുക്ക് വേഗം എയർ ഫ്രയറിൽ സമൂസ ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമ്മൾ ചട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള റെസിപ്പി പറഞ്ഞത് എൻ്റെ ജാസ്മിൻ കുട്ടിയാണ് കേട്ടോ. പണ്ട് ഞാൻ ഈ കുക്കിംഗ് പഠിച്ചത് മൊത്തം ജാസ്മിൻ കുട്ടിയടുത്ത് ഫോൺ വിളിക്കും. ജാസ്മിൻ കുട്ടിയത് എങ്ങനെയാണ് ചോദിക്കും, അപ്പോൾ അവൾക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് ജാസ്മിൻ കുട്ടിയാണ് ശരിക്കും എൻ്റെ ഫുഡ് ഉണ്ടാക്കണ എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ സമയത്ത് തന്നെ എൻ്റെ മോള്
മറ്റേ വാട്ടർമെലൺ കട്ട് ചെയ്യുന്നുണ്ടോ. മുപ്പത്തേര് പുതിയ 5 minute ട്രിപ്സിൽ നിന്ന് കണ്ട സ്റ്റൈലിലൊക്കെയാണ് വാട്ടർമെലൺ മറ്റേ മുറിച്ചെടുക്കുന്നത്. നമുക്കിത് മുഹബത്ത് ക സർബത്ത് ഉണ്ടാക്കാനാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ മുഹബത്ത് ക സർബത്ത് ഉണ്ടാക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ബട്ടറും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തതാണ് ഇത്. നന്നായിട്ട് ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു റിച്ച് ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഞാൻ ആദ്യം ക്യാരറ്റാണ് ഇട്ടത്. പിന്നെ എല്ലാം പാടെ സവാളയും ക്യാപ്സിക്കവും പിന്നെ ക്യാബേജും കൂടെ നന്നായിട്ട് തട്ടി. നമ്മളത് സ്പ്രിംഗ് ഓണിയന് ഞാൻ വാങ്ങിക്കാൻ മറന്നു പോയിട്ട്, അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മാഗിൻ്റെ ചിക്കൻ ക്യൂബ് ഉണ്ടാവില്ലേ, അത് 2 എണ്ണം അങ്ങോട്ട് പൊടിച്ചിട്ടു. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, കാരണം നമ്മളിതിൽ സോയ സോസ് ഒഴിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2ൻ്റെയും കൂടി ഉപ്പാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഉപ്പ് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ചിക്കന് മാറ്റി വെച്ചിരുന്നില്ല. ചിക്കന് ഇത് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചതാണ്. ഇത് ഞാൻ ആരോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ സെൻട്രിക്ക് ഇട്ടിട്ട് മുട്ട ഇങ്ങനെ പൊരിക്കുന്നത് കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ചെയ്തപ്പോൾ ഫ്ലോപ്പായി. അത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് ആ വെജിറ്റബിൾസിന് കുറച്ച് കട്ട പിടിച്ചിട്ട് ഞാൻ വിചാരിച്ച ആ ഒരു സംഭവത്തിൽ എത്തിയില്ല. അത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സോയ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ റൈസ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച റൈസാണ് കേട്ടോ, ബസ്മതി റൈസ് ഉണ്ടാകില്ലേ അത്. അപ്പോൾ അത് ഒരു 3/4 ഭാഗം വേവായിട്ടാണ് നമ്മൾ ഈ ചോറ് പാത്രത്തിൽ മാറ്റാം. നമ്മൾ ഇയാൾക്ക് ഇത്ര സമൂസ പോലെ നമുക്ക് 3 ആൾക്കാർക്ക് കഴിക്കാന്ന്, പക്ഷെ പോരാ. ഞങ്ങൾ ഈ കാണുന്ന പോലെ അല്ല കാണുന്ന പോലെ നല്ല കാണുന്ന പോലെ തന്നെയാണ് കഴിക്കും. അപ്പൊ കുറച്ചും കൂടി സമൂസ പൊരിക്കണം. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ഫ്രൈഡ് റൈസിന് ഒരു ചാർക്കോൾ മണം വേണം. ആ ചോവ വേണം പറഞ്ഞിട്ട് ചാർക്കോൾ കത്തിക്കാൻ പോകണം. കൈ പിടിക്കാതെ തരിക്കില്ല. ഇത് പ്രത്യേകം ചാർക്കോളാണ്. ഒരു സൈഡ് കത്തിച്ചാൽ ബാക്കി സ്വന്തം കത്തി വരും. കത്തിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈഡ് റൈസിൽ ചാർക്കോൾ ഇട്ടിട്ട് പുകപ്പിക്കുന്നത് കേട്ടോ. നമ്മളെ കയ്യിൽ ചാർക്കോൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ മഗ്‌രിബ് നേരത്തെ ഇങ്ങനെ ഊത് പുകപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് ചാർക്കോളായിരുന്നു. അപ്പോൾ ചാർക്കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ഞാൻ ഇറക്കി വെക്കും മുമ്പ് ഇതിൻ്റെ അടി നന്നായിട്ട് വൃത്തിയിൽ തുടച്ചിരിക്കണം കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ തുടക്കുന്ന ക്ലിപ്പ് എടുത്തില്ലല്ലോ എന്ന് തോന്നിയത്. എനിക്ക് തന്നെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ നമ്മളങ്ങനെ തുടച്ച് വൃത്തിയാക്കി പാത്രം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിൻ്റെ ഒരു പുകച്ചവൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇന്നും കൂടെ ഇവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ച് ആകെ ക്ഷീണിതരാകും. അപ്പോൾ പിന്നെ നമുക്ക് വേഗം വൃത്തിയാക്കട്ടെ കേട്ടോ. നോമ്പ് തുറക്ക് ശേഷം ഇന്നുമ്പോൾ അവതരിപ്പിക്കുന്നു ചിക്കൻ ഫ്രൈ. ചിക്കൻ എന്താ കരിഞ്ഞ് ചിക്കനാ? ഇത് മാത്രമല്ലോ പൊരിച്ചിട്ട്? അല്ല, അവിടെ പാത്രത്തിലുണ്ട്. കറിയുണ്ട്. എന്നതിൽ കുറച്ച് അതിൽ കുറച്ച് സവാളയും ചെറുതാനൊക്കെ വെക്കണി രസം ഉണ്ടാവില്ലേ? സവാള വെക്കത്തില്ല മതി പൊരിച്ചിട്ട്. ഇത് പൊരിച്ച് ചിക്കൻ, അത് കരിച്ച് ചിക്കനുള്ള ചിക്കൻ ഡ്രൈ ഫ്രൈ, അതാണ് എൻ്റെ പേര്. അപ്പൊ നമുക്ക് മമ്മ പറഞ്ഞ പോലെ ചിക്കൻ്റെ മേത്ത് കുറച്ച് ഉള്ളി വെട്ടിയതിടാം. ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നീ വേണം പറയാൻ. സായ്മ പറയും. സായ്മട്ടെ പറയാ. ഓക്കെ. മണം രക്ഷയില്ല. മണമൊക്കെ വരുന്നുണ്ട് അല്ലേ? അടിപൊളി മണം. ഇത് കാണുമ്പോൾ ഫ്രൈഡ് റൈസ് ആണല്ലേ ക്യാൻറ്റീൻ ഓർമ്മ വരാം. ഈ അവസ്ഥ 40 രൂപയ്ക്ക് ഫ്രൈഡ് റൈസ് കിട്ടും. ഒരു പീസ് കഴിച്ചിട്ട് മറ്റേ IRCSത്തെ ഫ്രൈഡ് റൈസ് പോലെ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞേ. എല്ലാം പറഞ്ഞാൽ മതി. എനിക്ക് എന്താണ് ടേസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി. അടിപൊളിയല്ലേ? അടിപൊളിയാണോ? ഉഷാറാണോ? താങ്ക് യു.
ഇനി നീ ഒരു ഞാൻ പിന്നെ മണം കേട്ടപ്പോഴേ പറഞ്ഞു അടിപൊളിയാണെന്നല്ലേ? ഓക്കെ, താങ്ക് യു. അമ്മ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ എനിക്കറിയാം. അപ്പം ചില സാധനം എന്താ? അതല്ല, ചില സാധനങ്ങൾക്ക് ഫ്രൈഡ് റൈസ്, പായസം, ഈ സാധനമൊക്കെ, ഈ 2 സാധനം മമ്മ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാക്കാരം. അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരാറില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 2 സാധനങ്ങളൊക്കെ മെനക്കുണ്ടാക്കാൻ അറിയാന്ന് അർത്ഥം അല്ലേ? ഇതിൽ എക്സ്പേർട്ടാണ്. ഓ. മറ്റേത് കുക്ക് ചെയ്യും, ഇത് എക്സ്പേർട്ടാണ്. ഇവിടെ തീറ്റ തുടങ്ങി. ഇനി നമുക്ക് ഞാൻ തീറ്റ തുടങ്ങട്ടെ. അപ്പോൾ നിങ്ങൾ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പം നമ്മളിങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 ആൾ എന്നോട് പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. സോറി. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മുമ്പ് കൊടുത്ത ചുരിദാർ ഞാൻ തന്നെ തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ശരിയാവില്ല, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഇനി നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വരാം. അടുത്ത വീഡിയോ ചിലപ്പോൾ അതിനായിരിക്കില്ല, വേറെ എന്തെങ്കിലും വിശേഷങ്ങളായിരിക്കും. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. സായിക്കുട്ടി വീഡിയോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ അല്ല, എൻ്റെ കുട്ടി പറഞ്ഞ കേൾക്കും. പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എല്ലാവരും അല്ലേ? അപ്പോൾ അസ്സലാമു അലൈക്കും. അതെ, ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ മുൾത്താനി വെട്ടി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ.